സമസ്ത മുസ്ലിം ലീഗ് പോര് വിരാമമില്ലാതെ തുടരുന്നതിനുള്ള കാരണങ്ങളിലൊന്ന് പാണക്കാട് കുടുംബത്തിനുള്ളിലെ ഭിന്നതയാണെന്ന് ഇരുവിഭാഗങ്ങളിലെയും അണികൾ പറയുന്നു. ബാഫി, വഫിയ്യ കോഴ്സുകൾ നടത്തുന്ന കോഓർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അഥവാ CIC-യും സമസ്തയും തമ്മിൽ തുടങ്ങിയ ഭിന്നത 2-3 വർഷങ്ങൾ പിന്നിട്ടിട്ടും ശമിക്കാതെ മുന്നോട്ടു പോകുകയാണ്. CIC-ക്ക് ബദലായി സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ SNEC എന്ന പദ്ധതിക്ക് സമസ്തയും തുടക്കം കുറിച്ചു. വിരോധാഭാസമെന്ന് പറയട്ടെ, സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചെയർമാനായ പദ്ധതിയുടെ ട്രഷറർ CIC-യുടെ പ്രസിഡന്റായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അന്തരിച്ച പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മുഈൻ അലി ശിഹാബ് തങ്ങൾ SNEC-യോടൊപ്പമാണെന്നതാണ്. ഇതുതന്നെയാണ് സമസ്ത ലീഗ് പോരിനിടയിലെ പ്രധാന കാരണങ്ങളിലൊന്നെന്നാണ് ഒരു ലീഗ് നേതാവ് വ്യക്തമാക്കിയത്. സമസ്ത നേതൃത്വം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഒളിയുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ജിഫ്രി തങ്ങളടക്കം വലിയ ബഹുമാനത്തോടെ കണ്ടിരുന്ന മൺമറഞ്ഞ ഹൈദരലി തങ്ങളുടെ മകൻ സമസ്ത നേതൃത്വത്തോടൊപ്പം നിന്ന് ഈ പോരിന് എണ്ണ പകരുകയാണ്. 2023 ഡിസംബറിൽ വാഫി വഫിയ്യ സംവിധാനവുമായി ബന്ധപ്പെട്ട് സമസ്ത ഉന്നയിച്ച നിർദ്ദേശങ്ങൾ CIC അംഗീകരിച്ചതോടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്ന അവകാശവാദം അണികളും ശരിയെന്ന് കരുതിയിരുന്നു. CIC സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ വിവാഹകാര്യത്തിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സമസ്തയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായതൊന്നും CIC ഭരണഘടനയിൽ പാടില്ലെന്ന് ധാരണയായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സമസ്ത നേതൃത്വങ്ങൾ വീണ്ടും ഭിന്നിപ്പിന്റെ പാതയിലേക്ക് പോയി. തെരഞ്ഞെടുപ്പിൽ സമസ്തയിൽ നിന്നും വലിയ ഒളിപ്പോര് ലീഗിന് നേരിടേണ്ടി വന്നിട്ടും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടിയതോടെ സമസ്ത നിശബ്ദമാവുകയും പോരിന് താൽക്കാലിക ശമനമാവുകയും ചെയ്തിരുന്നു. സുന്നി വിഭാഗത്തിന്റെ അനിഷേധ്യ നേതാവായിരുന്ന ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുടെ അനുസ്മരണത്തിനായി സമസ്ത മുസ്ലിം ലീഗ് അനുകൂല വിഭാഗങ്ങൾ പ്രത്യേക സെമിനാറുകൾ സംഘടിപ്പിച്ചതോടെ ഭിന്നത വീണ്ടും രൂക്ഷമായി. തുടർന്ന് ഇരു നേതൃത്വങ്ങളും ഇടപെട്ട് 2 പരിപാടികളും റദ്ദാക്കുകയും ഒന്നിച്ചൊരു പരിപാടി നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെ സംയുക്ത പരിപാടി നിശ്ചയിക്കാൻ പോലും ഇരുവിഭാഗത്തിനും കഴിഞ്ഞിട്ടില്ല. CIC-യുമായി മുസ്ലിം ലീഗ് അനുകൂല സമസ്ത വിഭാഗവും NSCC-യുമായി സമസ്ത ഔദ്യോഗിക വിഭാഗവും മുന്നോട്ടു പോവുകയാണ്. പ്രത്യക്ഷത്തിൽ പുതിയ പ്രശ്നങ്ങളില്ലെങ്കിലും ചാരം മൂടിക്കിടക്കുന്ന കനലാണ് മുന്നിലുള്ളതെന്ന് ഇരുവിഭാഗങ്ങൾക്കുമറിയാം.